ഹജ്ജുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പരാമർശിക്കുന്ന ഭാഗമാണ് മില്ലത്തു ഇബ്രാഹീമിന്റെ ദൗത്യം. ആ മില്ലത്തു ഇബ്രാഹീമിന്റെ ദൗത്യം വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശരിയാം വണ്ണം മില്ലത്തു ഇബ്രാഹീമിനെ പിന്തുടർന്നുകൊണ്ട് തൗഹീദിന്റെ നീതിപൂർവമായ പ്രബോധനം നിർവഹിക്കുവാൻ നാഥൻ നമുക്കെല്ലാവർക്കും അവസരമേകുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 125-ാമത്തെ വചനമാണ് പ്രാരംഭത്തിൽ ഞാൻ ഓതിവെച്ചത്, ഞാൻ പാരായണം ചെയ്തത്. അള്ളാഹു പറയാണ്, വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. വമൻ അഹ്സനു ദീനൻ, ആരാണ് ഏറ്റവും നല്ല ദീനിന്റെ വക്താവ്, ഏറ്റവും ശരിയായ മതത്തിന്റെ വക്താവ് ആരാണ്? മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ, സൽവൃത്തനായി അല്ലാഹുവിലേക്ക് തന്റെ മുഖത്തെ സമർപ്പിച്ചവനേക്കാൾ, വത്തബഅ മില്ലത്ത ഇബ്രാഹീമ ഹനീഫ, ഋജുമാനസനായി ഇബ്രാഹീമിന്റെ ദാർശനിക പാരമ്പര്യത്തെ, ആദർശ പൈതൃകത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഏറ്റവും നല്ലവൻ ആരാണുള്ളതെന്ന് അള്ളാഹു ചോദിക്കുകയാണ്. വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി തന്റെ മുഖത്തെ സമർപ്പിച്ചവനേക്കാൾ ഏറ്റവും നല്ല ദീനിന്റെ വക്താവ് ആരാണ്? വഹുവ മുഹ്സിൻ, അയാൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ. വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഋജുമാനസനായി നിന്നുകൊണ്ട് ഇബ്രാഹീമിന്റെ ആദർശ പാരമ്പര്യത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഏറ്റവും നല്ല ദീനിന്റെ വക്താവ് ആരാണുള്ളത്? വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, അല്ലാഹു തആല ഇബ്രാഹീമിനെ ആത്മസുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയാൻ. ഇബ്രാഹീമിന്റെ ആദർശ പാരമ്പര്യത്തെ പിന്തുടരാനാണ് വിശുദ്ധ ഖുർആനിലെ ധാരാളം വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു ചരിത്രത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഹജ്ജ് കാലമായതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രബോധിത സമൂഹത്തിന്റെ ഒരു അവസ്ഥയിലേക്ക്, അന്നത്തെ ഒരു ചരിത്ര സാഹചര്യത്തിലേക്ക്, ഇന്ത്യൻ സാഹചര്യം പരിവർത്തിതമായി കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, അന്തർദേശീയ തലത്തിലും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വംശീയത, അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിന്റെയും നേതൃത്വത്തിൽ ലോകത്ത് കാഠിന്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വംശീയത, ഇതിന്റെ എല്ലാം വർത്തമാനകാല പരിസരത്തിരുന്നുകൊണ്ട് അബ്രഹാമി ചരിത്രത്തെ പാരായണം ചെയ്യുവാൻ, ആ ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങളെ അതൊരു മുന്നറിയിപ്പായിട്ട് മനസ്സിലാക്കുവാൻ വിശ്വാസി സമൂഹത്തിന് സാധ്യമാവണം. അതിനാണ് ഇത്തിബാഉ മില്ലത്തി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്തിന് അനുധാവനം ചെയ്യുക എന്ന ആ ഒരു തലവാചകം നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൗഹീദിൽ അധിഷ്ഠിതമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യർക്കിടയിൽ ഐക്യവും സമഭാവനയും ഉണ്ടാക്കിയെടുക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് അബ്രഹാം പ്രവാചകൻ അലൈഹിസ്സലാം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും ലോകത്ത് നിർവഹിച്ചത് എന്നുള്ളതാണ്. എന്നാൽ ബഹുദൈവത്വവും പൗരോഹിത്യവും അവയുടെ ആശീർവാദത്തിൽ നടമാടിക്കൊണ്ടിരുന്ന ഏകാധിപത്യ ദുഷ്ടാധിപത്യ ഭരണകൂടവും എല്ലാം ചേർന്നുകൊണ്ട് അപകടകരമായ രീതിയിൽ സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങളും അസമത്വങ്ങളും വിഭാഗീയ വർഗീയ ചിന്തകളും വളർത്തിക്കൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ നിയോഗം. അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം ഏകനായ അള്ളാഹുവിനെ മാത്രം വഴിപ്പെട്ട്, അവന് മാത്രം വിധേയപ്പെട്ട്
എല്ലാത്തരം ഉച്ചനീചത്വങ്ങളിൽ നിന്നും, എല്ലാത്തരം അസമത്വങ്ങളിൽ നിന്നും, അനീതികളിൽ നിന്നും, എല്ലാത്തരം വർഗീയ വിഭാഗീയ വിധ്വംസക ചിന്തകളിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ ലോകത്തോട് ഇറാഖിൽ നിന്നുകൊണ്ട് ആഹ്വാനം ചെയ്തത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം ധാരാളം ഖുർആൻ പറയുന്നുണ്ട്. മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രം കഴിഞ്ഞാൽ പിന്നീട് പ്രാധാന്യപൂർവം കൂടുതൽ വിശദീകരിക്കുന്ന ചരിത്രങ്ങളിൽ ഒന്നാണ് അബ്രഹാം പ്രവാചകന്റെ ചരിത്രം. വേറെയും പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. അബ്രഹാം പ്രവാചകന്റെ ചരിത്രം നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതാണ്. ബ്രിട്ടീഷ് ചരിത്രകാരനായ സർ ലിയോനാർഡ് വൊള്ളി അബ്രഹാമി കാലഘട്ടത്തെ അതിമനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്, ആവിഷ്കരിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന പുസ്തകമാണ് അബ്രഹാം എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചരിത്രകാരൻ സർ ലിയോനാർഡ് വൊള്ളിയുടെ ആ ഗ്രന്ഥം. ആർക്കിയോളജിസ്റ്റ് കൂടിയായിട്ടുള്ള ഗ്രന്ഥകാരൻ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജന്മനാടായ ഇറാഖിലെ ഊർ പട്ടണത്തിലെ ശിലാരേഖകളിൽ നിന്ന് 50,000-ൽ പരം വരുന്ന ദേവീദേവന്മാരുടെ പേരുകൾ കണ്ടെത്തി എന്നുള്ളതാണ്. തുടർന്ന് ഗ്രന്ഥകാരൻ പറയുന്നൊരു വസ്തുത, ബഹുദൈവത്വം എന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ കേവലം മതവിശ്വാസപരമായിട്ടുള്ള ഏതാനും ചില കാര്യങ്ങളുടെ സമുച്ചയം മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തെ ദുഷിപ്പിക്കുന്നതിൽ അന്നത്തെ ബഹുദൈവത്വ മതത്തിന് നിർണായക സ്വാധീനമുണ്ടായിരുന്നുവെന്ന് സർ ലിയോനാർഡ് വൊള്ളി നിരീക്ഷിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സവർണ അവർണ സങ്കല്പങ്ങളെയും ജാതി ചിന്തകളെയുമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിലുള്ള വിഗ്രഹമതം ഉൽപ്പാദിപ്പിച്ചത് എന്നും അദ്ദേഹം പ്രതിപാദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ചാതുർവർണ്ണ്യം, ഇപ്പോഴല്ല കുറെ കാലമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ചാതുർവർണ്ണ്യത്തെ പോലെ തന്നെ സമൂഹത്തെ പല തട്ടുകളായി തിരിച്ചു എന്നുള്ളതാണ് അബ്രഹാമി കാലഘട്ടത്തിന്റെ ഒരു ചരിത്രം വിവരിച്ചുകൊണ്ട്, ആ ചരിത്രം വിവരിച്ചുകൊണ്ട് സർ ലിയോനാർഡ് വൊള്ളി വിശദീകരിക്കുന്നത്. പ്രധാനമായിട്ടും സമൂഹത്തെ 3 തട്ടുകളായിട്ടാണ് വേർതിരിച്ചത്, അതല്ലെങ്കിൽ ഭിന്നിപ്പിച്ചത് എന്നുള്ളതാണ്. ഏറ്റവും വലിയ പരിഗണന അർഹിക്കുന്ന അമേലുവർഗം, ഏറ്റവും മുന്തിയ പരിഗണന അർഹിക്കുന്നവർ. ഇന്നും നമ്മുടെ നാടിന്റെ ചരിത്രമെടുത്ത്, അതല്ലെങ്കിൽ ലോകത്തിന്റെ ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ അർത്ഥത്തിലുള്ള ജാതി ചിന്തകൾ നിലനിൽക്കുന്ന സമൂഹങ്ങളുടെ ചരിത്രം എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സമൂഹത്തിൽ കൂടുതൽ പരിഗണന അർഹിക്കുന്ന ആളുകളും അത്രക്ക് പരിഗണന അർഹിക്കാത്തവരും ഒട്ടും പരിഗണന അർഹിക്കാത്തവരും എന്ന രീതിയിലുള്ള വിഭാഗീയമായ തട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്, ആ അർത്ഥത്തിലുള്ള വിവേചനം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ജാതീയതയുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. അബ്രഹാം പ്രവാചകന്റെ ചരിത്രത്തെ വിശദീകരിച്ചുകൊണ്ട് ഗ്രന്ഥകാരൻ പറയാണ്, പ്രധാനമായിട്ടും 3 തട്ടുകളായിട്ടാണ് സമൂഹത്തെ വേർതിരിച്ചത്. ഏറ്റവും വലിയ പരിഗണന അർഹിക്കുന്നത് അമേലുവർഗമായിരുന്നു. അമേലുവർഗം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും സംരക്ഷകരായിട്ടായിരുന്നു അവരറിയപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. അവർ ക്ഷേത്രങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും സംരക്ഷകരായിരുന്നു എന്ന പരിഗണനയാൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സിവിൽ ക്രിമിനൽ അവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്നുകൂടി ഗ്രന്ഥകാരൻ നിരീക്ഷിക്കുന്നുണ്ട്. മറ്റുള്ളവരേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അമേലുവർഗത്തിന്റെ, അതല്ലെങ്കിൽ സമൂഹത്തിന്റെ മേൽത്തട്ടിൽ എന്ന് വിചാരിക്കപ്പെടുന്ന ഈ വർഗത്തിന്റെ സിവിൽ ക്രിമിനൽ അവകാശങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ ധനത്തിന്, അവരുടെ സമ്പത്തിന് കൂടുതൽ മഹത്വമുള്ളതായിട്ട് പരിഗണിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇങ്ങനെ സമൂഹത്തെ തട്ടുകളായിട്ട്, ജാതീയമായിട്ട് വല്ലാണ്ട് ഭീകരമായ രീതിയിൽ തന്നെ വേർതിരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് തൗഹീദിന്റെ പ്രബോധകനായി മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം ആഗതമാവുന്നത്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് അവനെ മാത്രം വഴിപ്പെട്ട് നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളും അവന്റെ അടിമകളുമാണ്. നിങ്ങളിൽ ഒരു വിഭാഗത്തിന് മുന്തിയ പരിഗണനയോ മറ്റൊരു വിഭാഗത്തിന് അധമത്വമോ അനുഭവിക്കേണ്ടുന്നവരല്ല.
എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്ന നിലയ്ക്ക് തുല്യരാണ്, അള്ളാഹുവിന്റെ അടിമകൾ എന്നുള്ളതാണ് നിങ്ങളുടെ സ്ഥാനം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ മാത്രം വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിനെ മാത്രം വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ആ തൗഹീദി ദർശനത്തിന് മനുഷ്യർക്കിടയിലുള്ള വിഭാഗീയതയുടെ, വിഭജനങ്ങളുടെ എല്ലാത്തരം മതിർവരമ്പുകളെയും ഇല്ലാതാക്കാനുള്ള കരുത്ത് അന്നുണ്ടായിരുന്നു, ഇന്നുമുണ്ട്, എക്കാലത്തുമുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ജാതീയത, ഉച്ചനീചത്വം എന്നെല്ലാം പറയുന്നത് അന്ന് ആ കാലഘട്ടത്തിൽ കണ്ടിരുന്ന കാര്യം എന്നത് പല സമൂഹങ്ങളിലും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യനവന്റെ ജന്മത്തിന്റെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തിൽ ഉത്തമരായും മതമരായും ചിത്രീകരിക്കുന്ന സമീപനങ്ങൾ ആധുനിക പുരോഗമന സമൂഹങ്ങളിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യൻ സമൂഹങ്ങളിൽ, യൂറോപ്യൻ സമൂഹങ്ങളിൽ വെള്ളക്കാർ എന്നും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, അവരഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മാർജിനൈസിങ്, അതല്ലെങ്കിൽ പാർശ്വവൽക്കരണം, ദലിതരോടും മുസ്ലിങ്ങളോടുമുള്ള ഭീകരമായ വിവേചനങ്ങൾ ആധുനിക ഇന്ത്യയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശദീകരിക്കേണ്ടതില്ല. ഇന്ത്യൻ സമൂഹം ഇതിലെല്ലാം അസ്വസ്ഥരാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരം വിവേചനങ്ങൾക്കെതിരെ, ഇത്തരം ഉച്ചനീചത്വങ്ങൾക്കെതിരെ, ഇത്തരം അസമത്വങ്ങൾക്കെതിരെ, ഇത്തരം അനീതികൾക്കെതിരെ വേടനെ പോലുള്ള ചില ആളുകൾ ശബ്ദിക്കുമ്പോ അത് ചെറുപ്പക്കാർ, അത് ലോകം ഏറ്റെടുക്കുകയാണ്, അത് കാലം ഏറ്റെടുക്കുകയാണ്, അത് സമൂഹം ഏറ്റെടുക്കുകയാണ്. കാരണം മനുഷ്യരെ ഒന്നായി കാണുന്ന ഒരു സംസ്കാരത്തെ, ഒരാശയത്തെ, ഒരു ദർശനത്തെയാണ് ലോകം തേടുന്നത് എന്നുള്ളതാണ്. ഇസ്ലാം ക്ഷണിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ദർശനത്തിലേക്കാണ്, അത്തരത്തിലുള്ള ഒരു ആശയത്തിലേക്കാണ്. അതാണ് ഇസ്ലാമിന്റെ ലാളിത്യം എന്ന് പറയുന്നത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ. മനുഷ്യരെ, എത്ര മനോഹരമാണ് ആ വചനം, എത്ര മനോഹരമാണ്. ചരിത്രത്തിൽ ഈ വചനത്തിന് തുല്യമായിട്ടുള്ളൊരു വചനം വേറെ എവിടെയെങ്കിലും ലോകത്ത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? അത്രയ്ക്ക് മനോഹരമല്ലേ, അത്രയ്ക്ക് ദാർശനിക മഹത്വമുള്ള വചനമല്ലേ? മനുഷ്യ സമത്വത്തെ ഇതിനോളം ഉദ്ഘോഷിക്കുന്ന വേറൊരു വചനം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മനുഷ്യരെ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ. നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു. നിങ്ങളെ തിരിച്ചറിയാനാണ് വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കി നിങ്ങളെ മാറ്റിയത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി യതഖാക്കും. നിശ്ചയം നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ അവന്റെ ജാതിയുടെ, ജന്മത്തിന്റെ, വർഗത്തിന്റെ, കുലത്തിന്റെ, തൊഴിലിന്റെ അടിസ്ഥാനത്തിലല്ല. മഹത്വമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള നിങ്ങളുടെ ബന്ധമുണ്ടല്ലോ, ദൈവത്തോടുള്ള നിങ്ങളുടെ അടുപ്പമുണ്ടല്ലോ, അതാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വയുടെ അസ്ഥിവാരത്തിലാണ് നിങ്ങളുടെ മഹത്വം നിലനിൽക്കുന്നത്. നിങ്ങൾ പിറന്ന ഗോത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, നിങ്ങൾ ജനിച്ച വംശത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, നിങ്ങൾ ഏത് നാട്ടിലാണോ ജനിച്ചത് അതിനടിസ്ഥാനപ്പെടുത്തിയുമല്ല നിങ്ങളുടെ മഹത്വം എന്ന് പറയുന്നത്. നിങ്ങളുടെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ദൈവദാസന്മാർ, ദൈവത്തിന്റെ അടിമകൾ. അതാണ് നിങ്ങളുടെ സ്ഥാനമെന്ന് പറയുന്നത്. വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കി നിങ്ങളെ മാറ്റിയത് ആ ദൈവം തമ്പുരാനാണ്. എന്തിന്? നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം. ഇതാ അറബികളിൽപ്പെട്ട ഒരാൾ, അനറബികളിൽപ്പെട്ട ഒരാൾ, യൂറോപ്യരിൽപ്പെട്ട ഒരാൾ, ജർമ്മൻ വംശജൻ, ഇന്ത്യൻ വംശജൻ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരൻ, ഇങ്ങനെയുള്ള ഐഡന്റിഫിക്കേഷനിലൂടെയാണ് നിങ്ങളെ തിരിച്ചറിയപ്പെടുന്നത്. ഇന്നയാളുടെ മകൻ, ഇന്നയാളുടെ മകൻ. ഇതെല്ലാം നിങ്ങളുടെ വ്യതിരിക്തത മാത്രമാണ്. നിങ്ങൾക്ക് അഹന്ത നടിക്കാൻ, അഹങ്കാരം നടിക്കാൻ, പൊങ്ങച്ചം നടിക്കാൻ, കിബർ നടിക്കാനുള്ള കാര്യങ്ങളല്ല. ഇതാണ് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ലാളിത്യം എന്ന് പറയുന്നത്. ഇതാണ് തൗഹീദ് മുന്നോട്ട് വെക്കുന്ന സമത്വത്തിന്റെ, തുല്യതയുടെ, നീതിയുടെ വലിയ ദർശനം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആ ദർശനമാണ് അബ്രഹാം പ്രവാചകൻ അലൈഹിസ്സലാം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും ലോകത്ത് പ്രബോധനം ചെയ്തത്. ഇന്ത്യയിൽ സവർണ അവർണ സങ്കല്പങ്ങളെ തിരിച്ചു കൊണ്ടുവരാനും നമ്മളൊക്കെ ആശങ്കിക്കുന്നത് പോലെ മനുസ്മൃതിയെ ഭരണഘടനയായി അവതരിപ്പിക്കാനുമുള്ള തകൃതിയായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.
ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മുഴുവൻ നബിമാരും മുന്നോട്ട് വെച്ച തൗഹീദിന്റെ ശരിയായ പ്രബോധനം പ്രസക്തമാവുന്നത്. മനുഷ്യരെല്ലാവരും അള്ളാഹുവിന്റെ അടിമകൾ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ ബാധ്യസ്ഥരായ ആളുകൾ. ഒരു കുലത്തിന്, ഒരു സമുദായത്തിന്, ഒരു പ്രത്യേക വംശത്തിന്, ഒരു പ്രത്യേക തറവാടിന്, ഒരു പ്രത്യേക വീട്ടിൽ ജനിച്ച ആളുകൾക്ക് മാത്രമായിട്ടൊരു ദൈവമില്ല. മറിച്ച് എല്ലാവരുടെയും ദൈവം അല്ലാഹു, പ്രപഞ്ചനാഥനായ അല്ലാഹു. മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, അതാണ് തൗഹീദ്. മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധന നിർവഹിക്കണം. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളെ പടച്ച, നിങ്ങളെ പടച്ച അല്ലാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണം. അറബികളുടെ ദൈവമല്ല, യൂറോപ്യരുടെ ദൈവമല്ല, അനറബികളുടെ ദൈവമല്ല. അറബികളുടേത് മാത്രമല്ല, യൂറോപ്യരുടേത് മാത്രമല്ല, അനറബികളുടേത് മാത്രമല്ല, മനുഷ്യരുടേത് മാത്രമല്ല, ജിന്നുകളുടേത് മാത്രമല്ല, മുഴുവൻ ജീവജാലങ്ങളുടെയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ച് പരിപാലിക്കുന്ന ആ പടച്ചതമ്പുരാൻ, ആ റബ്ബിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്ത് ജീവിക്കുക. അതാണ് പ്രവാചകന്മാരെ പ്രബോധനം ചെയ്ത തൗഹീദ് എന്ന് പറയുന്നത്. ആ അള്ളാഹുവിനെ മാത്രം വഴങ്ങി വണങ്ങി വിധേയപ്പെടുക എന്ന ആദർശമാണ് തൗഹീദ് മുന്നോട്ട് വെക്കുന്നത്. ആ തൗഹീദിലൂടെ മാത്രമേ ചൂഷണങ്ങളില്ലാത്ത, വിഭാഗീയ വർഗീയ ചിന്തകളില്ലാത്ത, ജാതീയ ഉച്ചനീചത്വങ്ങളില്ലാത്ത സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. സർവോപരി സ്വർഗ പ്രവേശനത്തിനുള്ള ഒരേ ഒരു മാർഗവും തൗഹീദാണ്, തൗഹീദിന്റെ വഴി സ്വീകരിക്കലാണ്. അതുകൊണ്ടാണ് വളരെ ത്യാഗപൂർവം തന്നെ ആ ദൗത്യ നിർവഹണ മാർഗത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജീവിതത്തെ അങ്ങ് സമർപ്പിക്കുകയാണ്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ പ്രത്യേകത. തൗഹീദിന് വേണ്ടി ജീവിതത്തെ ഡെഡിക്കേറ്റ് ചെയ്ത, തൊലഹിയ നടത്തിയ പ്രവാചകൻ, സമർപ്പിച്ച പ്രവാചകൻ, സാക്രിഫൈസ് ചെയ്ത പ്രവാചകൻ. എന്തിനാണ് ആ പ്രവാചകൻ സമർപ്പിച്ചത്? ജീവിതത്തെ എന്തിനാണ് സമർപ്പിച്ചത്? ജീവിതത്തെ സമർപ്പിച്ചത് തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി. വേണമെങ്കിൽ ചെറുക്കൻ വിശ്വാസങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളിലും അഭിരമിക്കാനുള്ള സുഖ സൗകര്യങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിക്ക് ഉണ്ടായിരുന്നുവെന്ന് അബ്രഹാം പ്രവാചകന്റെ ചരിത്രം ലളിതമായിട്ടെങ്കിലും അറിയുന്ന എല്ലാവർക്കും അറിയാം. അന്നാട്ടിലെ പ്രധാനിയായ വിഗ്രഹ നിർമ്മാതാവും അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ ഉദ്യോഗ പ്രമുഖനുമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ പിതാവായിരുന്ന ആസർ. ചീഫ് ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ്, രാഷ്ട്രത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഓഫീസർ, അതായിരുന്നു ആസറിന്റെ പദവി എന്ന് പറയുന്നത്. ആ പദവികളിലും സുഖ സൗകര്യങ്ങളിലും ഇബ്രാഹിം അലൈഹിസ്സലാം മതിമറന്നു പോയില്ലെന്ന് മാത്രമല്ല, സ്വന്തം പിതാവിനെ തിരുത്താൻ അദ്ദേഹം മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. എന്തിലാണ് തിരുത്തിയത്? തൗഹീദിന്റെ വിഷയത്തിലാണ് തിരുത്തിയത്. തൗഹീദിന്റെ പ്രബോധനം തുടങ്ങുകയാണ്. എവിടെന്നാ തുടങ്ങിയത്? സ്വന്തം വീട്ടിൽ നിന്നാണ് തുടങ്ങിയത്. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. യാ അബതി, പ്രിയ പിതാവേ, ലിമ തഅബുദു, എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? മാ ലാ യസ്മഉ വലാ യുബ്സിറു, കാണാത്ത കേൾക്കാത്തവയ്ക്ക്, വലാ യുഗ്നി അൻക ശൈആ, അല്പം പോലും ഉപകാരം ചെയ്യാത്ത, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്തവയ്ക്ക് എന്തിനാണ് നിങ്ങൾ ആരാധന നിർവഹിക്കുന്നത്? ഇതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് ചരിത്രം. അറാഗിബുൻ അൻത അന്നാലിഗതി യാ ഇബ്രാഹിം ലയില്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. അറാഗിബുൻ അൻത അന്നാലിഗതി യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, എന്റെ ദൈവങ്ങളെ വിട്ടുകൊണ്ട് നീ വേറെ ദൈവങ്ങളെ പറ്റിയാണോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? വേറെ ദൈവങ്ങളെയാണോ നീ തേടിക്കൊണ്ടിരിക്കുന്നത്? മറ്റുള്ള ദൈവങ്ങളിലേക്ക്, അതല്ലെങ്കിൽ അള്ളാഹുവിലേക്കാണോ നീ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ ദൈവങ്ങളെ കൈവടിയുകയാണോ നീ? ലയില്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. അതുകൊണ്ട് നീ വിരമിക്കുന്നില്ല എങ്കിൽ, നീ പ്രബോധന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ നിന്നെ ഞാൻ നിറഞ്ഞുകൊല്ലും. ലഅർജുമന്നക, നിന്നെ ഞാൻ നിറഞ്ഞുകൊല്ലുന്നതാണ്. വഹ്ജുർനി മലിയാ, അതുകൊണ്ട് കുറച്ചു കാലത്തേക്കെങ്കിലും നീ എന്നിൽ നിന്നൊന്ന് മാറി നിൽക്ക, നിന്നെ കാണാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിയോട് സ്വന്തം പിതാവ് പറയാണ്. തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നപ്പോ, അതിന്റെ പ്രബോധനവുമായിട്ട് മുന്നോട്ട് പോയപ്പോ, എന്തിനാണ് കാണാത്ത കേൾക്കാത്ത ഉപകാരം ചെയ്യാത്ത വസ്തുവകൾക്ക് നിങ്ങൾ കീഴ്പ്പെടുന്നതെന്ന് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം പിതാവിനോട് ചോദിച്ചപ്പോ, ആ ചോദ്യത്തിന് മറുപടിയില്ലാതെ
സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ പിതാവ് പറയാണ്, സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് തൗഹീദിന്റെ പ്രബോധനത്തിലൂടെയാണ്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം. സമൂഹത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കേണ്ടത് തൗഹീദിന്റെ പ്രബോധനത്തിലൂടെയാണ്. ആ പ്രബോധനം സ്വന്തം വീട്ടിൽ നിന്ന് ആരംഭിക്കണം എന്നതാണ് രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്. അവിടെ മുതൽ വലിയ ത്യാഗം ആരംഭിക്കുന്നുണ്ട്. സ്വന്തം വീട് വിട്ട് പോകേണ്ടി വന്നു. ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ. ഖാല ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, സലാമുൻ അലൈക്, പ്രിയ പിതാവേ, നിങ്ങൾക്ക് അഭിവാദ്യം. സലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. സഅസ്തഗ്ഫിറു ലക റബ്ബി, നിങ്ങൾക്ക് വേണ്ടി എന്റെ രക്ഷിതാവിനോട് ഞാൻ പാപമോചനം ചോദിക്കും. ഇന്നഹു കാന ബി ഹഫിയ, നിശ്ചയം എന്റെ രക്ഷിതാവ് എന്നോട് കനിവുള്ളവനാണ്, എന്നോട് ദയയുള്ളവനാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം വീട് വിട്ടു പോവുകയാണ്. തന്റെ പിതാവിനെയും അതുപോലെ തന്നെ ഗോത്രമേധാവികളെയും തൗഹീദിന്റെ സന്ദേശം ബോധ്യപ്പെടുത്തിയതിനു ശേഷം പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം. ലളിതവും യുക്തിഭദ്രവുമായ പാഠങ്ങളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകിയത്. ഒരു വേള സൂര്യനാണ്, ചന്ദ്രനാണ് തന്റെ ദൈവം എന്നെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. അത് സൂര്യചന്ദ്രന്മാരുടെ ദിവ്യത്വം സ്ഥാപിക്കാൻ വേണ്ടിയല്ല. സൂര്യചന്ദ്രന്മാർക്ക് ദിവ്യത്വമില്ല. ദിവ്യത്വം നേടിയെടുക്കുന്നതിൽ, അതല്ലെങ്കിൽ ദിവ്യത്വത്തിന് യോഗ്യതയുണ്ടെന്ന് അവകാശപ്പെടുന്നതിൽ അവരെത്രമാത്രം അനർഹരാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ആ ജനതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തിയ ചില വാചക കസർത്തുകൾ എന്ന് പറഞ്ഞുകൂടെ ചില സംഭാഷണങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, രാവിനെ ഇരുട്ടുമൂടിയപ്പോൾ റആ കൗകബൻ, ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു നക്ഷത്രത്തെ കണ്ടു. ഖാല ഹാദാ റബ്ബി, നക്ഷത്രത്തെ കണ്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഈ നക്ഷത്രമാണ് എൻ്റെ നാഥൻ. അങ്ങനെ പറഞ്ഞു ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഖുർആൻ പറയാൻ. പക്ഷേ ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, നക്ഷത്രമാണ് എൻ്റെ ദൈവമെന്ന് പറഞ്ഞ നക്ഷത്രം ദൈവമാണെന്ന് സ്ഥാപിക്കാനല്ല, മറിച്ച് പ്രബോധന മേഖലയിൽ അദ്ദേഹം സ്വീകരിച്ചൊരു യുക്തിയായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം തുടർന്ന് പറയാണ്, ഫലമ്മാ അഫല, അങ്ങനെ നക്ഷത്രം അസ്തമിച്ചപ്പോൾ ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അസ്തമിക്കുന്നവയെ എനിക്കിഷ്ടമില്ല, അസ്തമിക്കുന്നവയ്ക്ക് ദൈവമാകാനുള്ള യോഗ്യതയില്ല. സൂര്യചന്ദ്രന്മാരുടെ ആയിരക്കണക്കിന് വിഗ്രഹങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു അത്. അതുകൊണ്ട് സൂര്യചന്ദ്രന്മാരെ ദിവ്യത്വം നേടിയെടുക്കുന്നതിൽ എത്രമാത്രം അനർഹരാണെന്ന് സ്ഥാപിക്കേണ്ടതുണ്ട്. അതിന് യുക്തിദീക്ഷയോടുകൂടിയുള്ള പ്രബോധനത്തിന്റെ വഴികൾ സാധാരണക്കാരായ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം സ്വീകരിക്കുകയാണ്. രാത്രിയായപ്പോൾ നക്ഷത്രത്തെ കണ്ട് നക്ഷത്രത്തെ നോക്കി ഇതെന്റെ നാഥനാണെന്ന് പറഞ്ഞു. പക്ഷേ നക്ഷത്രം അസ്തമിച്ചപ്പോൾ അസ്തമിക്കുന്നവയെ എനിക്കിഷ്ടമില്ല എന്നും ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. അസ്തമിക്കുന്നവയെ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അസ്തമിക്കുന്നവയ്ക്ക് ദിവ്യനാകാനുള്ള യോഗ്യതയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഫലമ്മാ റഅൽ ഖമറ ബാസിഗൻ ഖാല ഹാദാ റബ്ബി, ഇതാ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുകയാണ്. ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രൻ നോക്കി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഈ ചന്ദ്രനാണ് എന്റെ ദൈവം. പക്ഷേ ഫലമ്മാ അഫല ഖാല ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാല്ലിൻ, ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ നാഥൻ എനിക്ക് നേർവഴി കാണിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെപ്പോലെ ഞാനും വഴികേടിൽ അകപ്പെട്ടു പോകുമായിരുന്നു. ഞാനും ഈ ചന്ദ്രനാണ് ദൈവമെന്ന് ഈ നന്നാറിനെയും ഷമ്മാസിനെയും ഒക്കെ ആരാധിക്കുന്നവരിൽ ഞാനും ഉൾപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ ഇതാ ചന്ദ്രനും അസ്തമിച്ചിരിക്കുന്നു. അതുകൊണ്ട് അസ്തമിക്കുന്നവയ്ക്ക് ദിവ്യനാവാനുള്ള യോഗ്യതയില്ല. അല്ലാഹു നൂറു സമാവാതി വൽ അർള്, അല്ലാഹു ആകാശഭൂമികളിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശമാണ്. അത് കെട്ടുപോകുന്നില്ല. അതാണ് അല്ലാഹുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതെന്നും ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശമാണ്. സൂര്യനും ചന്ദ്രനുമെല്ലാം കെട്ടുപോകുന്നു. അത് ജ്വലിച്ചു നിൽക്കുന്ന സമയമുണ്ട്, പക്ഷേ അതിന് അസ്തമിച്ചു പോകുന്ന സന്ദർഭമുണ്ട്. ഇനി അതില്ലാതായി പോകുന്ന ഈ പ്രപഞ്ചം തന്നെ തകർന്നു പോകുമ്പോ ഇവയൊന്നും ഇല്ലാതാവുകയാണ്. അതാണ് ഈ പ്രപഞ്ചത്തിലെ കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളും നശിക്കും, അല്ലാഹു മാത്രം അവശേഷിക്കും എന്നുള്ളതാണ്. അല്ലാഹു എന്നെന്നും നിലനിൽക്കുന്നവനാണ്, എന്നുമുള്ളവനാണ്, എന്നെന്നുമുള്ളവനാണ്, എന്നെന്നും ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശമാണ് പടച്ചവൻ. ആ പടച്ചവനെയാണ്, ആ പടച്ചവനെ മാത്രമാണ് ഞാൻ ആരാധന നിർവഹിക്കുക. ഫലമ്മാ റഅ അശംസ ബാസിഗതൻ ഖാല ഹാദാ റബ്ബി,
സൂര്യൻ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ആ സൂര്യനെ നോക്കിയും ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഇതെന്റെ നാഥനാണ്. ഫലമ്മാ അഫലത് ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. ആ സൂര്യനും അസ്തമിച്ചു. സൂര്യൻ അസ്തമിച്ചപ്പോൾ പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ പങ്കുവെക്കുന്നതിൽ നിന്നെല്ലാം ഞാൻ മുക്തനാണ്, ഞാൻ ഒഴിവാണ്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫാ വമാ അന മിനൽ മുശ്രികീൻ. ശിർക്കിന്റെ മൗഢ്യത ബോധ്യപ്പെടുത്തിയതിനു ശേഷം, ബഹുദൈവത്വത്തിന്റെ അന്ധത ബോധ്യപ്പെടുത്തിയതിനു ശേഷം എന്താണ് തൗഹീദിന്റെ ശക്തിയെന്ന് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം സാധാരണക്കാരായ ജനങ്ങളോട് പറയാണ്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫാ. ഇന്നി വജ്ജഹ്തു, നിശ്ചയം ഞാൻ തിരിച്ചിരിക്കുന്നു, വജ്ഹിയ, എന്റെ മുഖത്തെ, ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫാ. ആകാശഭൂമികളെയും അതിലെ മുഴുവൻ ചരാചരങ്ങളെയും അല്ലാഹുവിലേക്ക് ഏകാഗ്രനായിട്ട് ഞാൻ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുകയാണ്. വമാ അന മിനൽ മുശ്രികീൻ, വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ ശിർക്ക് ചെയ്യുന്നവനിൽ പെട്ടവനല്ല. അതുകൊണ്ട് തൗഹീദാണ് പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്, തൗഹീദാണ് പ്രപഞ്ചത്തിലെ ശരിയെന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിവ്യന്മാർക്കെല്ലാം അസ്തമനമുണ്ട്, അതിനെല്ലാം അവസാനമുണ്ട്. അതിനെയെല്ലാം തന്നെ ആരോ സൃഷ്ടിച്ചതാണെന്നതിനാൽ നിങ്ങളതിനെ ദിവ്യന്മാരെന്ന് പറയുന്നവെങ്കിലും യഥാർത്ഥത്തിൽ ദിവ്യത്വമുള്ളതല്ല അതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഏകനായ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിലേക്ക് നിങ്ങൾ മുഖം തിരിക്കണേ. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രബോധനം നിർവഹിക്കുകയാണ്. അത് വളരെ ലളിതമായിരുന്നു, അത് അങ്ങേയറ്റം യുക്തിഭദ്രമായിരുന്നു. ആ പ്രവാചകന്റെ പ്രബോധനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്, സാധാരണക്കാരായ ജനങ്ങളുടെ അടുക്കലേക്ക് ഉദാഹരണങ്ങൾ സഹിതം നിങ്ങൾ ചെല്ലണം. ലളിതമായ രീതിയിൽ നിങ്ങൾ അവരോട് ഈ തൗഹീദിന്റെ പ്രബോധനം നിർവഹിക്കണം. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. അനാവശ്യമായ തർക്കകുതർക്കങ്ങളിലേക്കൊന്നും പോകണ്ട. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് യുക്തിദീക്ഷയോടുകൂടി നിങ്ങൾ അവരെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഏറ്റവും നല്ലതിനെ പകരം നൽകിക്കൊണ്ട് നിങ്ങൾ അവരോട് സംവദിക്കണം. സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ കഴിവും ശക്തിയും അവർക്ക് ബോധ്യപ്പെടുത്തുകയും മനുഷ്യർ സങ്കല്പിച്ചിട്ടുണ്ടാക്കിയ കൃത്രിമ ദൈവങ്ങൾ എത്രമാത്രം ദുർബലമാണെന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നതാണ് സാധാരണക്കാർക്കിടയിലുള്ള തൗഹീദിന്റെ പ്രബോധനം എന്ന് പറയുന്നത്. അത് ലളിതമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. സങ്കീർണതകൾ പാടില്ല. ലളിതമായി മനസ്സിലാക്കാനാണ് ആ പ്രവാചകൻ ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത്. അവരാരാധിച്ചിരുന്ന ദൈവങ്ങൾ, അതല്ലെങ്കിൽ ഏതെല്ലാം ഗ്രഹങ്ങളുടെ പേരിലാണോ അന്നാട്ടിൽ ദൈവങ്ങൾ ഉണ്ടായിരുന്നത് എങ്കിൽ ആ ഗ്രഹങ്ങളും പ്രപഞ്ചത്തിൽ അവർ ശക്തിയെന്ന് കരുതിയിരുന്ന ആ പ്രാപഞ്ചികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളും അത് ദൈവമാകാനുള്ള അതിൻ്റെ അയോഗ്യത, അനർഹത, അത് വളരെ കൃത്യമായും വ്യക്തമായും ലളിതമായും പ്രവാചകൻ അലൈഹിസ്സലാം ആ ജനതയുടെ മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ കൃത്രിമ ദൈവങ്ങൾ വിഗ്രഹങ്ങളാണെങ്കിലും മഖബറകളാണെങ്കിലും അതുപോലെ തന്നെ ഔലിയാക്കളോ പുണ്യാത്മാക്കളോ ആണെങ്കിലും ഇനി സിദ്ധന്മാരോ അതല്ലെങ്കിൽ ജ്യോത്സ്യന്മാരോ ആണെങ്കിലും അവയ്ക്കൊന്നും അല്ലാഹുവിന്റെ അധികാര സിംഹാസനത്തിൽ യാതൊരു പങ്കാളിത്തവുമില്ലെന്ന് ബോധ്യപ്പെടുത്തുവാൻ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിയെ പോലെ നമുക്കും സാധ്യമാവണം. തൗഹീദിന്റെ പ്രബോധനം നടത്തണം. അത് തന്നെയാണ് ഇസ്ലാമിക പ്രബോധനത്തിൽ മുൻഗണനാക്രമങ്ങളിൽ ഒന്നാമതായിട്ട് നിലനിൽക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. തൗഹീദ് റിസാലത്ത് ആഖിറത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രബോധനം. പക്ഷെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ സമഗ്രമായിട്ടുള്ള അർത്ഥത്തിലും അതിന്റെ വിശാലമായിട്ടുള്ള വിഭാവനയിലും തന്നെ അതിനെ ഉൾക്കൊള്ളണം എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടുന്ന കാര്യമാണ് സഹോദരങ്ങളെ. മില്ലത്തു ഇബ്രാഹിമിനെ പിൻപറ്റിയവർക്ക് ആ പ്രബോധനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. എന്നാൽ അറിയണം സഹോദരങ്ങളെ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആത്മീയ ദിവ്യന്മാരെ മാത്രമല്ല ഇബ്രാഹിം അലൈഹിസ്സലാം ചോദ്യം ചെയ്തത്.
കപടന്മാരായ ആത്മീയ ദിവ്യന്മാരെ, അതല്ലെങ്കിൽ കൃത്രിമ ദൈവങ്ങളെ, അതല്ലെങ്കിൽ മനുഷ്യർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിഗ്രഹങ്ങളെ, അതല്ലെങ്കിൽ മനുഷ്യര സഹായങ്ങൾ പ്രതീക്ഷിക്കുന്ന മഖബറകളെ മാത്രം, അതിനെ മാത്രം ചോദ്യം ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്ന അനാചാരങ്ങളെ മാത്രം ചോദ്യം ചെയ്ത് അത് മാത്രമാണ് തൗഹീദിന്റെ പ്രബോധനം എന്ന രീതിയിൽ തൗഹീദിന്റെ പ്രബോധനത്തെ പരിമിതപ്പെടുത്താൻ സാധിക്കുകയില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആത്മീയ രംഗത്തുള്ള കൃത്രിമ ദൈവങ്ങളെ മാത്രമല്ല ചോദ്യം ചെയ്തത്, മറിച്ച് രാഷ്ട്രീയ ദിവ്യന്മാരെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. നീതിയോടോ മാനവിക മൂല്യങ്ങളോടോ യാതൊരു ആഭിമുഖ്യവുമില്ലാതെ ഇറാഖിൽ ഭരണം നടത്തിയ നമ്രൂദിന്റെ രാഷ്ട്രീയ ദിവ്യത്വത്തെയും മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം, അബ്രഹാം പ്രവാചകൻ ചോദ്യം ചെയ്തു. ഖുർആൻ പറയുന്നതാണ്, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നതാണ്, അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹിം ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക് ഇദ ഖാല ഇബ്രാഹിം റബ്ബിയല്ലദീ യുഹീ വയുമീത് ഖാല അന ഉഹീ വഉമീത് അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹിം ഫീ റബ്ബി. തന്റെ റബ്ബിന്റെ കാര്യത്തിൽ ഇബ്രാഹിമിനോട് തർക്കിച്ചവനെ നിങ്ങൾ കണ്ടില്ലേ? അൻ ആതാഹുല്ലാഹുൽ മുൽക്, അല്ലാഹു അധികാരം നൽകി എന്ന കാരണത്താൽ നമ്രൂദ് രാജാവ് പറയാണ്, ഇറാഖിലെ രാഷ്ട്രീയ ദിവ്യൻ, ഇറാഖിലെ ജനങ്ങൾ ജീവിക്കേണ്ടത് എന്റെ മാത്രം നിർദ്ദേശമനുസരിച്ചാണ്. എന്റെ നിർദ്ദേശത്തിൽ ഉപരിയായിട്ട് എന്റെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവാചകനുമില്ല, ആ പ്രവാചകൻ മുന്നോട്ട് വെക്കുന്ന ഒരു ദൈവസങ്കല്പവുമില്ല എന്നുള്ളതാണ്. അതാണ് നമ്രൂദ് പറഞ്ഞത്. ഞാനാണ് ഇറാഖിന്റെ പരമാധികാരി എന്ന് പറയുന്നത്. ഞാൻ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ അത് മനുഷ്യത്വപരമോ മനുഷ്യത്വരഹിതമോ, അത് ക്രമമോ അക്രമമോ എന്തോ ആവട്ടെ, ചോദ്യം ചെയ്യാതെ അതനുസരിക്കണം. ഇതാണ് രാഷ്ട്രീയ ദിവ്യത്വം. ഇതാണ് നമ്രൂദ് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രീയ ദിവ്യത്വം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയ ദിവ്യത്വത്തെ കൂടി ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ഈ നമ്രൂദിന്റെ അക്രമ വാഴ്ചയെ, നമ്രൂദിന്റെ സുപ്രീം സോവറൈൻറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ പ്രബോധനം മുന്നോട്ട് പോയത്. ഇത് ഖാല ഇബ്രാഹിം റബ്ബിയല്ലദീ യുഹീ വയുമീത്. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഈ ഘട്ടത്തിൽ നമ്രൂദ് പറഞ്ഞു, ഖാല അന ഉഹീ വഉമീത്, എനിക്കും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാൻ കഴിയും. നമുക്കറിയാം ചരിത്രം, നിരപരാധിയായ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് കൊല ചെയ്തു, കുറ്റവാളിയായ ഒരാൾ ജയിലിൽ കിടക്കുന്നുണ്ട്, അയാളെ മോചിപ്പിക്കുകയും ചെയ്തു. വലിയ കുറ്റം ചെയ്തുകൊണ്ട് തന്നെ അയാൾ ജയിലിൽ കിടക്കുന്നു, പക്ഷെ അയാളെ മോചിപ്പിച്ചു. നിരപരാധിയായ ഒരാളെ കൊന്നുകൊണ്ട് പറഞ്ഞു, ഈ ഇറാഖിൽ ഏത് നിയമം വേണമെന്ന് തീരുമാനിക്കുന്ന ഞാനാണ്, അതുകൊണ്ട് ഞാനാണ് ഇവിടത്തെ ദിവ്യൻ. ഇതാണ് രാഷ്ട്രീയ ദിവ്യത്വം എന്ന് പറയുന്നത്. പക്ഷേ പ്രവാചകൻ വിട്ടുകൊടുത്തില്ല. പ്രവാചകൻ അതിനെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. നിരപരാധികളായ മനുഷ്യരെ കൊലപ്പെടുത്തുകയും കൊടും കുറ്റവാളികൾ വെറുതെ വിടുകയും ചെയ്ത ആ ചരിത്രഘട്ടത്തെ, അതല്ലെങ്കിൽ നമ്രൂദിന്റെ ആ ചെയ്തികളെ, അക്രമങ്ങളെ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം ചോദ്യം ചെയ്തു. സഹോദരങ്ങളെ, നമുക്കറിയാം ഇന്നും നിരപരാധികൾ ധാരാളമായിട്ട് കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിരപരാധികളുടെ ജീവന് ഒരു വിലയുമില്ലാത്ത ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയാതെ പോകരുത്, കാണാതെ പോകരുത്. നിരപരാധികളുടെ മാത്രമല്ല, കുഞ്ഞുമക്കളുടെ ജീവന് പോലും ഒരു വിലയുമില്ല. ഗസ്സാദിന് ഏറ്റവും വലിയ തെളിവാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ 14,000 കുഞ്ഞുങ്ങളുടെ ജീവനുകൾ ഗസ്സയിൽ പൊലിയുമെന്നാണ് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന, UN മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ ഇസ്രയേൽ വംശീയമായി ഉന്മൂലനം നടത്തുന്നു എന്നുള്ളതാണ്. ഇസ്രയേൽ നെതന്യാഹു വംശീയമായിട്ട് ഉന്മൂലനം നടത്തുമ്പോൾ അതിന് മേലപ്പെട്ടു കൊടുക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഈ ചെയ്തികളെ കണ്ടുകൊണ്ട് തന്നെ ട്രംപിന് വേണ്ടി പച്ച പരവതാനി വിരിച്ച് സ്വീകരിക്കുകയാണ് അറബ് രാജാക്കന്മാര്, തമ്പുരാക്കന്മാർ. അതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത്. ഇതാ ലോകത്ത് വലിയ പൈശാചികമായിട്ടുള്ള ഒരു മൗനം രൂപപ്പെട്ടിരിക്കുന്നു. ആരും ഒന്നും പറയുന്നില്ല. ഫലസ്തീനികൾക്ക് വേണ്ടി ശബ്ദങ്ങൾ ഉയരുന്നില്ല. ഉയരേണ്ടുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നില്ല. പൗരസമൂഹങ്ങൾ പല മേഖലകളിലും പ്രതിഷേധിക്കുന്നുണ്ട്, വസ്തുതയാണ്. പക്ഷേ ഭരണകൂടങ്ങൾ നിശബ്ദമാണ്. അവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്താണ് ഈ കണ്ടില്ലെന്ന് നടിക്കുന്നത്? എത്രയോ ആളുകൾ, 10,000-കണക്കിന്, ലക്ഷത്തിനടുത്തോളം വരികയാണ്. ലക്ഷത്തിലേക്കാണ് ഇനി പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത് രക്തസാക്ഷികളുടെ എണ്ണം. ആ ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് ഗസ്സയിൽ സാഹചര്യങ്ങൾ മാറുമ്പോ, ഭയാനകമാവുമ്പോ, വേദനാജനകമാവുമ്പോ, കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോ, സ്ത്രീകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോ, കുഞ്ഞുങ്ങൾ
കുഞ്ഞുങ്ങൾ വാവിട്ട് കരയുമ്പോ, ഭക്ഷണമില്ലാതെ അലറുമ്പോ, അവർക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പോലും ഭരണകൂടങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കാത്ത, കാരുണ്യം വറ്റിപ്പോയൊരു പ്രത്യേക കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളത് സഹോദരങ്ങളെ, നാം നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കാം, നമുക്കിതിൽ വേദനയുണ്ടോ? നമുക്കിതിൽ വേദനയുണ്ടോ? നമുക്കിതിൽ പ്രയാസമുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, വേദനയുണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ ആ ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി കാര്യമായിട്ട് ചെയ്യാനുള്ളത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുക. അള്ളാഹു ഗസ്സയിലെ സഹോദരങ്ങളെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു അവിടുത്തെ സ്ത്രീകളെ, അവിടുത്തെ കുഞ്ഞുങ്ങളെ, അവിടുത്തെ ദുർബലരായ ജനവിഭാഗങ്ങളെ അള്ളാഹു എല്ലാ അർത്ഥത്തിലും രക്ഷപ്പെടുത്തുമാറാവട്ടെ. പടച്ചവരെ, നിനക്ക് മാത്രമാണ് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവേ, ആ ജനതയെ നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ആ ജനതയെ നീ ഏറ്റെടുക്കണമേ തമ്പുരാന്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഇബ്രാഹിമുമാരാവാൻ നമുക്ക് സാധ്യമാവണം. നിരപരാധിയെ കൊന്നുകളഞ്ഞപ്പോ അതിനെ ചോദ്യം ചെയ്തൊരു ഇബ്രാഹിം ഉണ്ടല്ലോ, ആ ഇബ്രാഹിമി ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഖാല ഇബ്രാഹിമു ഫഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. ഇബ്രാഹിം പറഞ്ഞു, അല്ലാഹു തആല സൂര്യന് ഉദയാസ്തമന സ്ഥാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഉദയാസ്തമന സ്ഥാനങ്ങളിൽ, സൂര്യന്റെ ഉദയാസ്തമന സ്ഥാനങ്ങളിൽ മാറ്റം വരുത്താൻ നിനക്ക് കഴിയുമോ? ഫബുഹിതല്ലദീ കഫർ. അവിടെ സത്യനിഷേധി ഉത്തരം മുട്ടിപ്പോയി എന്നുള്ളതാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു അക്രമികളായ ആളുകളെ നിർവഴിയിലാക്കുകയില്ല. സഹോദരങ്ങളെ, ഈ തൗഹീദിന്റെ പ്രബോധന വീതിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിച്ചതുപോലെ നീതിയുടെ ശബ്ദമായിട്ട് നിലകൊള്ളാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അക്രമിയായ ഭരണാധികാരി അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു, ചരിത്രം നമുക്കറിയാം. പക്ഷേ അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരെ കൈവെടിയുകയില്ലെന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ ചരിത്രം നമ്മോട് പറയുന്നത്. ഇബ്രാഹിം, അള്ളാഹു പറയാണ്, നാം പറഞ്ഞു, അഗ്നിയോട് പറഞ്ഞു, നീ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാവുക. നമ്രൂദും നമ്രൂദിന്റെ ആളുകളും ഇബ്രാഹിമിൽ തന്ത്രം പ്രയോഗിക്കാൻ ഉദ്ദേശിച്ചു, ഇബ്രാഹിമിനെ ചതിച്ചു കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷേ അള്ളാഹു തആല അവരെ പരാജയപ്പെടുത്തി ഖുർആൻ പറഞ്ഞത്. ഇബ്രാഹിം അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിന് പുറത്തേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് വന്ന ഒരു ചരിത്രമുണ്ട്. സഹോദരങ്ങളെ, എത്ര തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും നീതിയെ, സത്യത്തെ, ധർമ്മത്തെ ആത്യന്തികമായി ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന ചരിത്രമാണ് അബ്രഹാം പ്രവാചകന്റെ, ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ ചരിത്രം നമ്മോട് പറയുന്നത്. ഇബ്രാഹിം മില്ലത്തിനെ ശരിയാവണ്ണം പിന്തുടർന്നുകൊണ്ട് പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.